ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. കൂത്താട്ടുകുളം നഗരസഭയിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. 2 ഹോട്ടലുകളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിട്ടുള്ളത്. പരിശോധനയിൽ 5 ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ ജിതിൻ, മംഗലത്തു താഴത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഗ്രാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. തുടർന്ന് നടന്ന പരിശോധനയിൽ 5 ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. സ്ഥാപനങ്ങളിലെ നിലവിലെ സാഹചര്യം പരിഹരിക്കുന്നതിന് നഗരസഭ സ്ഥാപന ഉടമകൾക്ക് നോട്ടീസ് നൽകി. പിടിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും കൂത്താട്ടുകുളം നഗരത്തിൽ പരിശോധനകൾ നടന്നിരുന്നു. പരിശോധനയിൽ നോട്ടീസ് ലഭിച്ച സ്ഥാപനങ്ങളിലും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ 7 സ്ഥാപനങ്ങളാണ്, ഹോട്ടലുകളാണ് പരിശോധിച്ചത്. 2 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. അവർക്ക് ഫൈൻ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മംഗലത്ത് താഴെയുള്ള ഗ്രാൻഡ് ഹോട്ടൽ എന്ന ഹോട്ടലിൻ്റെ പിന്നിൽ മലിനജലം കെട്ടിക്കിടന്ന് ജലജന്യ രോഗങ്ങൾ പരത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ഒരു ജലാശയമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അത് വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ തുടർന്ന് ആ സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ അത് പാലിച്ചില്ല എങ്കിൽ ആ സ്ഥാപനം അടച്ചുപൂട്ടുന്നുള്ള നടപടി നഗരസഭ സ്വീകരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരം ഹോട്ടലുകൾ പരിശോധന നടത്തി. ഹോട്ടൽ മുറികൾ മാത്രമല്ല, പരിസരവും പരിശോധിച്ചതിൽ വൃത്തിഹീനമായ സാഹചര്യം കണ്ടതിൽ അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ഏതാണ്ട് 4 ഹോട്ടൽ പുനർപരിശോധന നടത്തിയിൽ അവരെല്ലാം അത് വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മാറ്റമാണ്, അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രദേശമായി കൂത്താട്ടുകുളം നഗരസഭാ പ്രദേശം മാറുക എന്നുള്ളതാണ് നഗരസഭയുടെ ലക്ഷ്യം. സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തനയോഗ്യമാണെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് നഗരസഭാ സെക്രട്ടറി എസ് ഷീബ അറിയിച്ചു. ജിതിൻ ഹോട്ടൽ പ്രൈവറ്റ് സ്റ്റാൻഡിന് സമീപമുള്ളതും ഗ്രാൻഡ് ഹോട്ടൽ മംഗലത്ത് താഴത്തുള്ള ഈ 2 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുകയും അവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കണ്ട 5ഓളം സ്ഥാപനങ്ങൾക്ക് ആയത് പരിഹരിക്കുന്നതിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് പാലിക്കാത്ത കെട്ടിടങ്ങൾക്കെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെ നഗരസഭ കർശനമായ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും. മഴക്കാലം എത്തുകയും അതോടൊപ്പം തന്നെ മറ്റു പല രോഗങ്ങളും പടർന്നു പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിഥി തൊഴിലാളികളെ താമസിപ്പിച്ചിരിക്കുന്ന പല കെട്ടിടങ്ങളും നഗരസഭയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. ആ കെട്ടിട ഉടമകൾ അവർക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതായിരിക്കും. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PM ആസിഫ്, അജീഷ് P ജോൺ, വി അനീഷ് ദേവ്, നഗരസഭാ ജീവനക്കാരായ PP അഭിജിത്ത്, ജോമിത് ജോസ് എന്നിവരാണ് പരിശോധന നടത്തിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.